PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ക്ലാസ്സിൻ്റെ സമയം ഒന്ന് പറയാം. കാലത്ത് 6 മണിക്ക് നമ്മളൊരു ക്ലാസ് ചെയ്യുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞ് 9 മണിക്ക് നമ്മളൊരു ക്ലാസ് ചെയ്യുന്നുണ്ട്. 12 മണിക്ക് ഒരു ക്ലാസ് ഉണ്ട്. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്കൊരു ക്ലാസ്. ദെൻ രാത്രി 8 മണിക്കൊരു ക്ലാസ്, 10:30 ക്ലാസ്. ഇങ്ങനെയാണ് 6 ക്ലാസ്സുകൾ നമ്മൾ ഒരു ദിവസം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള സമയം നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നാളെ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഇന്ന് തലേ ദിവസം തന്നെ രാത്രി നിങ്ങൾക്ക് ടെലിഗ്രാമിൽ 6 മണിക്ക് ഏതാണ് ക്ലാസ് വരുന്നത്, 9 മണിക്ക് ഏത് ക്ലാസ്സാണ്, 12 മണിക്ക് ഏത് ക്ലാസ് ആണെന്നുള്ളത് വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ള ടൈം ടേബിൾ രാത്രി തന്നെ നിങ്ങൾക്ക് തരും. പിറ്റേ ദിവസം അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് വരിക. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിലും ടെലിഗ്രാമിൽ നമ്മൾ കൃത്യമായിട്ട് ക്ലാസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ഷെയർ ചെയ്ത് തരും. ഇതിൽ 8 മണിയുടെ ക്ലാസ്സും 10:30 ക്ലാസ്സും ലൈവാണ്. ബാക്കി 4 റെക്കോർഡഡ് ക്ലാസ് ആണ്. അങ്ങനെയാണ് 6 ക്ലാസ്സുകൾ വരുന്നത്. അപ്പോൾ മാക്സിമം ക്ലാസ്സുകൾ കണ്ട് പ്രയോജനപ്പെടുത്തുക. നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. റിവിഷൻ ആ നോട്ട്സ് വേണം നിങ്ങൾ പ്രയോജനപ്പെടുത്താനായിട്ട്. തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ട് നമ്മൾ ഏകദേശം ഒരു ഫെബ്രുവരി 10 കൂടിയിട്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്ന് മുതലുള്ള ക്ലാസ്സുകൾ ഇതുപോലെ ക്ലാസ് 1, ക്ലാസ് 2 എന്ന് പറഞ്ഞ് നമ്മൾ കൃത്യമായിട്ട് ഓർഡറിലാണ് അവിടെ ടെലിഗ്രാമിൽ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോളാം. നമുക്ക് ഇനി 3 മാസം സമയമുണ്ട്. LDCയുടെ ഡേറ്റ് വന്നിട്ടുണ്ട്, എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ 3 മാസം സമയമുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്ന നല്ലൊരു സ്മാർട്ട് വർക്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ലാസ്. അതായത് വലിച്ചു വാരി അങ്ങ് പഠിപ്പിക്കാതെ എന്താണോ PSCക്ക് ആവശ്യം, PSC എന്താണോ പരീക്ഷകളിൽ റിപ്പീറ്റ് ആയിട്ട് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, PSCയുടെ ട്രെൻഡ് എന്താണ്, അതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സ്മാർട്ട് വർക്കിലൂടെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഒരു 3 മാസം സമയം കൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്മാർട്ട് വർക്കിലൂടെ കവർ ചെയ്ത് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാവരും ക്ലാസ്സുകൾ കാണുക. പുതുതായിട്ട് വന്നിട്ടുള്ള എല്ലാവരും ജോയിൻ ചെയ്യുക. തുടക്കം മുതൽ കണ്ടുവരിക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഫിസിക്സിൽ നമ്മൾ ബലം എന്ന് പറയുന്ന ഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ബലം എന്ന് പറയുന്ന ഒരു SCERT ചാപ്റ്റർ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ദ്രവബലങ്ങൾ എന്ന് പറയുന്ന SCERT ചാപ്റ്റർ ആണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് ദ്രവബലങ്ങൾ എന്ന് പറയുന്ന SCERT പാഠഭാഗത്തിലോട്ട് കിടക്കാം. 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്, ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ദ്രവബലങ്ങൾ എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നോക്കുക, ആദ്യം തന്നെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ബക്കറ്റിൽ ജലം എടുക്കുക, ഒരു ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പി നന്നായി അടച്ച ശേഷം ജലോപരിതലത്തിൽ വയ്ക്കുക. എന്ത് നിരീക്ഷിക്കുന്നു? എന്താണ് ചെയ്യുക? ബക്കറ്റിൽ ജലം എടുത്തു, ഒരു പ്ലാസ്റ്റിക് കുപ്പി അടച്ച ശേഷം ജലോപരിതലത്തിൽ വെച്ച് കഴിഞ്ഞാൽ കുപ്പി എന്ത് ചെയ്യും? അതിൻ്റെ മുകളിൽ തന്നെ പൊങ്ങിക്കിടക്കും. അത് നമുക്കറിയുന്നതാണ്. ഇനി പ്ലാസ്റ്റിക് കുപ്പി കൈകൊണ്ട് ജലത്തിനടിയിലേക്ക് താഴ്ത്താൻ ശ്രമിക്കൂ. അപ്പോൾ നിങ്ങൾക്കൊരു ബലം പ്രയോഗിക്കേണ്ടതായിട്ട് വരുന്നില്ലേ? എന്തുകൊണ്ടാണ്? നമ്മൾ ഒഴിഞ്ഞ കാലിക്കുപ്പീനെ ബക്കറ്റിനടിയിലോട്ട്, വെള്ളത്തിനടിയിലോട്ട് താഴ്ത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അമർത്തി കൊടുക്കണം, നമ്മൾ ബലം പ്രയോഗിക്കണം. അതെന്തുകൊണ്ടാണ്? ജലം മുകളിലോട്ടും ബലം പ്രയോഗിക്കുന്നത് കൊണ്ടാണ് നമുക്കും നന്നായിട്ട് ബലം പ്രയോഗിക്കേണ്ടി വരുന്നത്. ഓക്കെ, ജലം മുകളിലോട്ട് ബലം പ്രയോഗിക്കുന്നത് കൊണ്ട്. ഇനി കുപ്പി താഴ്ത്തിയ ശേഷം ജലത്തിനടിയിലുള്ള പ്ലാസ്റ്റിക് കുപ്പിയിൽ നിന്നും പെട്ടെന്ന് നമ്മൾ കൈ വിട്ടു എന്ന് വിചാരിക്കാം. എന്ത് സംഭവിക്കും? ആ കുപ്പി പെട്ടെന്ന് തന്നെ മുകളിലോട്ട് ഉയർന്നു വരും അല്ലേ? അപ്പോൾ അത് മുകളിലോട്ട് ഉയരുന്നത് എന്തുകൊണ്ടാണ്? ഭാരമുള്ള വസ്തുക്കൾ താഴേക്കല്ലേ പോകേണ്ടത്? അപ്പോൾ കുപ്പിയുടെ ഭാരത്തേക്കാൾ കൂടിയ ബലം മുകളിലേക്ക് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കാം? ദ്രാവകങ്ങൾക്ക് മുകളിലേക്കുള്ള ബലം പ്രയോഗിക്കാൻ സാധിക്കുമോ? അപ്പോൾ ഇങ്ങനെ കുറച്ച് എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ദ്രവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്നത് 2 ബലങ്ങളാണ്. ഈ എക്സാമ്പിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെയാണ് ആ 2 ബലം. ഒന്ന്, വസ്തുവിന്മേൽ താഴേക്ക് അനുഭവപ്പെടുന്ന ബലം. അതുപോലെ തന്നെ വസ്തുവിന്മേൽ മുകളിലേക്ക് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം. ഓക്കെ, പ്ലവക്ഷമ ബലം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ്? ദ്രവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന 2 ബലം ഏതൊക്കെയാണ്? ഒന്ന്, വസ്തുവിന്മേൽ താഴേക്ക് അനുഭവപ്പെടുന്ന ഭാരം. വസ്തുവിന്മേൽ മുകളിലേക്ക് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം. അപ്പോൾ എന്താണ് പ്ലവക്ഷമ ബലം? ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ
പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിൽ മുകളിലേക്കൊരു ബലം പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ബലമാണ് പ്ലവക്ഷമ ബലം. നമ്മളിപ്പോൾ കുപ്പിയുടെ കേസ് പറഞ്ഞു. കുപ്പി നമ്മൾ ജലത്തിൽ മുക്കി വയ്ക്കുന്ന സമയത്ത് ജലം ആ കുപ്പിയിലോട്ട് പ്രയോഗിക്കുന്ന ബലം നമ്മൾ അമർത്തി കൊടുക്കണം എന്ന് പറഞ്ഞു താഴ്ന്നു പോകണമെങ്കിൽ. അപ്പോൾ ജലം അങ്ങോട്ട് തിരിച്ചൊരു ബലം പ്രയോഗിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വേണ്ടി വരുന്നത്. അപ്പോൾ ഇതിനെയാണ് ആ ജലം ആ കുപ്പിയുടെ മേൽ പ്രയോഗിച്ച ബലത്തെയാണ് നമ്മൾ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലവക്ഷമ ബലം അനുഭവപ്പെടുന്ന സന്ദർഭങ്ങൾ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ നോക്കുക, ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയർന്ന് പറക്കുന്നു. ഓക്കെ, നിത്യജീവിതത്തിൽ നമ്മൾ പ്ലവക്ഷമ ബലം അനുഭവപ്പെടുന്ന സന്ദർഭങ്ങളാണ് പറയുന്നത്. ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയർന്ന് പറക്കുന്നു. ഇതല്ലാതെ എന്തൊക്കെ എക്സാമ്പിളാണ് വരിക? നിങ്ങളവിടെ പോയിൻ്റായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കാം. കപ്പലുകൾ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ഓക്കെ, കപ്പലുകൾ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത് പ്ലവക്ഷമ ബലമാണ്. മുങ്ങിക്കപ്പലുകൾ പ്ലവക്ഷമ ബലം നിയന്ത്രിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? കടലിൽ മുങ്ങുകയും പൊങ്ങുകയും ചെയ്യുന്നത്. മുങ്ങിക്കപ്പലുകൾ കടലിൽ മുങ്ങുകയും പൊങ്ങുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? പ്ലവക്ഷമ ബലം നിയന്ത്രിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോൾ ബക്കറ്റ് ജലത്തിനടിയിലായിരിക്കുന്ന സന്ദർഭത്തിൽ ഭാരക്കുറവ് തോന്നും അല്ലേ? നമ്മൾക്ക് നമ്മുടെ കിണറ്റിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ ബക്കറ്റ് വെള്ളത്തിനടിയിലോട്ട് എത്തുമ്പോൾ നമുക്ക് ഭാരക്കുറവ് തോന്നുന്നത് പ്ലവക്ഷമ ബലം കൊണ്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ ലൈഫ് ജാക്കറ്റ് ജലത്തിൽ പൊങ്ങി കിടക്കുന്നത്. ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് നമ്മൾ നീന്താനൊക്കെ പോകുമ്പോൾ ഇടില്ലേ, അപ്പോൾ അത് മുകളിലോട്ട് പൊങ്ങി കിടക്കുന്നത് എന്തുകൊണ്ടാണ്? ജലത്തിൽ പൊങ്ങി കിടക്കുന്നത് പ്ലവക്ഷമ ബലമാണ്. ഓക്കെ, അപ്പോൾ ഈ എക്സാമ്പിൾ എല്ലാം പഠിച്ചു വയ്ക്കുക. ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയർന്നു പറക്കുന്നത്, കപ്പലുകൾ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത്, മുങ്ങിക്കപ്പലുകൾ പ്ലവക്ഷമ ബലം നിയന്ത്രിച്ചുകൊണ്ടാണ് കടലിൽ മുങ്ങുകയും പൊങ്ങുകയും ചെയ്യുന്നത്, കിണറ്റിൽ വെള്ളം കോരുന്ന സമയത്ത് ബക്കറ്റ് ജലത്തിനടിയിൽ പോകുമ്പോൾ നമുക്ക് ഭാരക്കുറവ് തോന്നുന്നത്, ലൈഫ് ജാക്കറ്റ് ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? പ്ലവക്ഷമ ബലം പ്രയോഗിക്കുന്ന സന്ദർഭങ്ങൾക്ക് എക്സാമ്പിളാണ്. ഇനി പ്ലവക്ഷമ ബലം അളക്കാം. നോക്കുക, ഏകദേശം ഒരേ വലുപ്പമുള്ള ഒരു കല്ലും ലോഹകഷ്ണവും എടുക്കുക. അവിടെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കുക, ഒരു വസ്തു ദ്രവത്തിലായിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം കണക്കാക്കാൻ എന്ത് ചെയ്താൽ മതി? വസ്തുവിന് ആ ദ്രവത്തിലുണ്ടായിട്ടുള്ള ഭാരക്കുറവ് കണ്ടെത്തിയാൽ മതി. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഒരു വസ്തു ദ്രവത്തിലായിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന പ്ലവക്ഷമം കണക്കാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ദ്രവത്തിലുണ്ടായിട്ടുള്ള ഭാരക്കുറവ് കണ്ടെത്തിയാൽ മതി. കാരണം ജലം ഇങ്ങോട്ട് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം എന്നാണ് പറഞ്ഞത്. അപ്പം ജലത്തിന് എത്രത്തോളം ഭാരക്കുറവ് ഉണ്ടായി എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് ആ വസ്തു ദ്രവത്തിലായിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം കണക്കാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, ഇവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. ജലത്തിലായിരിക്കുമ്പോൾ കല്ലിൻ്റെ ഭാരം എന്താണ്? കല്ലിനുണ്ടാവുന്ന മാറ്റം എന്താണ്? ഓക്കെ, ഭാരക്കുറവ്, കല്ലിനുണ്ടായിട്ടുള്ള ഭാരക്കുറവ് അഥവാ പ്ലവക്ഷമ ബലം എന്താണ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു കോളത്തിൽ ജലത്തിൽ ഉപ്പുവെള്ളത്തിൽ കല്ലിൻ്റെ ഭാരം എന്താണ്, മണ്ണെണ്ണയിൽ കല്ലിലെ ഭാരം എന്താണ് എന്നുള്ളതൊക്കെ. അപ്പോൾ കല്ലിന് പ്ലവക്ഷമ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഏത് ദ്രാവകത്തിലാണ്? കല്ലിന് ഏറ്റവും കൂടുതൽ പ്ലവക്ഷമം അനുഭവപ്പെടുന്നത് ഏത് ദ്രാവകത്തിലായിരിക്കും? ഉപ്പുവെള്ളത്തിലായിരിക്കും. ഓക്കെ, ഉപ്പുവെള്ളത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ എന്തനുഭവപ്പെടുന്നത്? പ്ലവക്ഷമ ബലം അനുഭവപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? പ്ലവക്ഷമ ബലം അതുപോലെ ഏറ്റവും കുറവ് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ്? മണ്ണെണ്ണയിലാണ് ഏറ്റവും കുറവ് പ്ലവക്ഷമ ബലം വരുന്നത്. ഏറ്റവും കൂടുതൽ പ്ലവക്ഷമ ബലം അനുഭവപ്പെടുന്നത് ഉപ്പുവെള്ളത്തിലായിരിക്കുമ്പോഴാണ് കല്ലിന് ഏറ്റവും കൂടുതൽ പ്ലവക്ഷമ ബലം അനുഭവപ്പെടുന്നത്. കല്ലിന് ഏറ്റവും കുറവ് പ്ലവക്ഷമ ബലം അനുഭവപ്പെടുന്നത് മണ്ണെണ്ണയിലായിരിക്കുമ്പോഴാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു കോളം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകാൻ പറ്റും. ഉപ്പുവെള്ളത്തിൻ്റെ സാന്ദ്രത വളരെ കൂടുതലാണ്. 1025 ഉപ്പുവെള്ളത്തിൻ്റെ സാന്ദ്രത. അപ്പോൾ സാന്ദ്രത കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു? പ്ലവക്ഷമ ബലവും കൂടി അല്ലേ? സാന്ദ്രത കൂടിയപ്പോൾ പ്ലവക്ഷമ ബലം കൂടി. മണ്ണെണ്ണയ്ക്ക് ഇവിടെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവ് മണ്ണെണ്ണയ്ക്കാണ്. അപ്പോൾ മണ്ണെണ്ണയ്ക്കാണ് ഏറ്റവും കുറവ് പ്ലവക്ഷമ ബലം വന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും? ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ് ദ്രാവകത്തിൻ്റെ സാന്ദ്രത. നമ്മൾ പറഞ്ഞു അല്ലേ, സാന്ദ്രത കൂടുതലായിട്ടുള്ള ഉപ്പ് വെള്ളത്തിലിരിക്കുമ്പോഴാണ് കല്ലിന് പ്ലവക്ഷമ ബലം എന്തെന്ന് പറഞ്ഞു? കൂടുതൽ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഏറ്റവും കുറവ് മണ്ണെണ്ണയിലിരിക്കുമ്പോഴാണ്. അപ്പോൾ ദ്രാവകത്തിൻ്റെ സാന്ദ്രത കൂടുമ്പോൾ പ്ലവക്ഷമ ബലം കൂടുന്നു. ദ്രാവകത്തിൻ്റെ സാന്ദ്രത കുറയുമ്പോൾ പ്ലവക്ഷമ ബലം കുറയുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക.
ഇനി അടുത്തത്, ഇവിടെ വസ്തുക്കൾ കൊടുത്തിട്ടുണ്ട്. ചെമ്പുകട്ട, ഇരുമ്പുകട്ട, അതിൻ്റെ വായുവിലെ ഭാരം, ജലത്തിൻ്റെ ഭാരം, പ്ലവക്ഷമ ബലം എന്നിങ്ങനെ കോളമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓരോന്നിനും അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം എന്തുകൊണ്ടാണ് വ്യത്യാസമായിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓരോന്നിനെയും പ്ലവക്ഷമ ബലം എന്താണ്? വ്യത്യാസമാണ്. ചെമ്പുകട്ടയ്ക്ക് വായുവിലുണ്ടാകുന്ന ഭാരവും ജലത്തിലെ ഭാരവും പ്ലവക്ഷമ ബലവും എല്ലാം വ്യത്യാസമായിരിക്കും. അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ ചെമ്പുകട്ടയിൽ ജലം പ്രയോഗിക്കുന്ന പ്ലവക്ഷമ ബലം എന്തായിരിക്കും? കൂടുതലായിരിക്കും. ചെമ്പുകട്ടയിൽ ജലം പ്രയോഗിക്കുന്ന പ്ലവക്ഷമ ബലം കൂടുതലും ഇരുമ്പുകട്ടയിൽ കുറവുമാണ് എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ചെമ്പുകട്ടയ്ക്കും ഇരുമ്പുകട്ടയ്ക്കും ഭാരം, മാസ് എന്ന് പറയുന്നത് എന്താണ്? തുല്യമാണ് അല്ലെ? ചെമ്പുകട്ടയ്ക്കും ഇരുമ്പുകട്ടയ്ക്കും ഭാരവും മാസും തുല്യമായിരിക്കും. എന്നാൽ വ്യാപ്തം എങ്ങനെയാണ്? വ്യാപ്തം എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. ഓക്കെ, ചെമ്പുകട്ടയ്ക്കും ഇരുമ്പുകട്ടയ്ക്കും ഭാരവും വ്യാപ്തവും തുല്യമാണ്. പക്ഷേ എന്താണ് ഇതെന്ന് പറയുന്നത്? അതായത് ഭാരവും മാസും തുല്യമായിരിക്കും. വ്യാപ്തം എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും വരിക. അപ്പോൾ ചെമ്പുകട്ടയ്ക്ക് വ്യാപ്തം കൂടുതലായതുകൊണ്ട് തന്നെ പ്ലവക്ഷമ ബലം എന്ത് ചെയ്യും? കൂടുതലായിരിക്കും. ഇരുമ്പുകട്ടയ്ക്ക് വ്യാപ്തം കുറവായതുകൊണ്ട് പ്ലവക്ഷമ ബലവും കുറവായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്, ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തുവിൻ്റെ വ്യാപ്തത്തെയും ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ വ്യാപ്തം കൂടുമ്പോൾ പ്ലവക്ഷമ ബലം കൂടുന്നു. നേരത്തെ എന്താണ് പറഞ്ഞത്? ദ്രാവകത്തിൻ്റെ സാന്ദ്രത കൂടുമ്പോൾ പ്ലവക്ഷമ ബലം കൂടുന്നു. അപ്പോൾ പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളാണ്: ഒന്ന് ദ്രാവകത്തിൻ്റെ സാന്ദ്രത, രണ്ട് വസ്തുവിൻ്റെ വ്യാപ്തം. ഇത് രണ്ടും പഠിച്ചു വെക്കുക. ദ്രാവകത്തിൻ്റെ സാന്ദ്രത, വസ്തുവിൻ്റെ വ്യാപ്തം. അടുത്തത് ആർക്കിമിഡീസ് തത്വമാണ്. ഓക്കെ, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആണ് പഠിക്കുന്നത്. നോക്കുക, ഇവിടെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയാനായിട്ട് ഇവിടെ ഒരു വസ്തു, കല്ലിൻ്റെ വായുവിലുള്ള ഭാരം, ജലത്തിലെ ഭാരം, പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ഭാരക്കുറവ് എത്രയാണ്, കവിഞ്ഞൊഴുകിയ ജലത്തിൻ്റെ ഭാരം, ഇങ്ങനെ പറഞ്ഞൊരു കോളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കല്ലിന് അനുഭവപ്പെട്ട പ്ലവക്ഷമ ബലവും കല്ല് ആദേശം ചെയ്ത ജലത്തിൻ്റെ ഭാരവും തമ്മിലുള്ള ബന്ധം എന്ത്? ഇരുമ്പുകട്ടയ്ക്ക് അനുഭവപ്പെട്ട പ്ലവക്ഷമ ബലവും ഇരുമ്പുകട്ട ആദേശം ചെയ്ത ജലത്തിൻ്റെ ഭാരവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇവയിൽ നിന്നും നമ്മൾ എത്തിച്ചേരുന്ന നിഗമനം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, കല്ലിന് അനുഭവപ്പെട്ട പ്ലവക്ഷമ ബലവും കല്ല് ആദേശം ചെയ്ത ജലത്തിൻ്റെ ഭാരവും എങ്ങനെയായിരിക്കും? തുല്യമാണ് എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ പറഞ്ഞതാണ് അല്ലേ? അതായത് ജലത്തിനുണ്ടായ ഭാരക്കുറവ് എന്ന് പറയുന്നതാണ് പ്ലവക്ഷമ ബലം എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ കല്ലിന് അനുഭവപ്പെട്ട പ്ലവക്ഷമ ബലവും കല്ല് ആദേശം ചെയ്ത ജലത്തിൻ്റെ ഭാരവും എന്ന് പറഞ്ഞാൽ ജലത്തിനുണ്ടായ ഭാരക്കുറവ് എന്നുള്ളതല്ലേ അർത്ഥം. അപ്പോൾ കല്ല് ആദേശം ചെയ്ത ജലത്തിൻ്റെ ഭാരവും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇരുമ്പുകട്ടയ്ക്ക് അനുഭവപ്പെട്ട പ്ലവക്ഷമ ബലവും ഇരുമ്പുകട്ട ആദേശം ചെയ്ത ജലത്തിൻ്റെ ഭാരവും തുല്യമാണെന്ന് കാണാം. രണ്ടിടത്തും എന്താണ്? പ്ലവക്ഷമ ബലവും ജലത്തിൻ്റെ എത്രത്തോളം ഭാരക്കുറവുണ്ടായി അല്ലെങ്കിൽ ആ വസ്തു എത്രത്തോളം ജലം ആദേശം ചെയ്തു എന്നുള്ളത് എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുക? അതായത് ദ്രാവകം ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ ഭാരത്തിന് തുല്യമാണ്. ആണല്ലോ? ഇതാണ് ആർക്കിമിഡീസ് തത്വം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ദ്രാവകം ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന പ്ലവക്ഷമ ബലം എന്തിനു തുല്യമാണ്? ആ വസ്തു ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഇതിനെയാണ് ആർക്കിമിഡീസ് തത്വം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിലനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ആർക്കിമിഡീസ് തത്വം എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് ആർക്കിമിഡീസിനെ കുറിച്ച് പഠിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കുക, തെക്കൻ ഇറ്റലിയിലെ തുറമുഖ നഗരമായ സിറാക്യൂസിൽ 287 BC-യിലാണ് ആർക്കിമിഡീസ് ജനിച്ചത്. ഹെയ്റോ രണ്ടാമൻ എന്ന രാജാവിൻ്റെ കാലത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഹെയ്റോ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം സ്വർണ്ണപ്പണിക്കാരൻ ഒരു കിരീടം നിർമ്മിച്ചു നൽകി. ആ സ്വർണ്ണ കിരീടത്തിൽ മായം കലർന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ രാജാവ് ആർക്കിമിഡീസിനോട് കൽപ്പിച്ചു. ഈ പ്രശ്നം ആർക്കിമിഡീസിനെ വല്ലാതെ കുഴക്കി. ശുദ്ധമായ സ്വർണത്തിൻ്റെ സാന്ദ്രത കണ്ടെത്താൻ സ്വർണ്ണക്കട്ടിയുടെ മാസിനെ അതിൻ്റെ വ്യാപ്തം കൊണ്ട് ഹരിച്ചാൽ മതി എന്ന് അദ്ദേഹത്തിന് അറിയാം. എന്നാൽ കിരീടത്തിന് യാതൊരു കുഴപ്പവും പറ്റാതെ അതിൻ്റെ വ്യാപ്തം എങ്ങനെ കണ്ടുപിടിക്കും എന്നതായിരുന്നു അദ്ദേഹത്തെ കുഴക്കിയ പ്രശ്നം. ഒരു ദിവസം കുളിക്കാനായി നിറയെ ജലം നിറച്ച
കളിത്തൊട്ടിയിൽ കയറിക്കിടന്നപ്പോൾ ജലം കവിഞ്ഞൊഴുകുന്നതായിട്ട് അദ്ദേഹം മനസ്സിലാക്കി. ഇതിൽ നിന്ന് ഒരു വസ്തുവിൻ്റെ വ്യാപ്തം കണക്കാക്കാൻ ആ വസ്തു ആദേശം ചെയ്യുന്ന ജലത്തിൻ്റെ വ്യാപ്തം കണ്ടാൽ മതി എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ കിരീടത്തിൻ്റെ വ്യാപ്തവും സാന്ദ്രതയും കണ്ടെത്തി. കിരീടത്തിൽ മായം കലർന്നിട്ടുണ്ട് എന്ന് ആർക്കിമിഡീസ് ഉറപ്പിച്ചു. 212 BC രണ്ടാം പ്യൂണിക് യുദ്ധത്തിൽ ഒരു റോമൻ പട്ടാളക്കാരൻ്റെ വാളാൽ അദ്ദേഹം വധിക്കപ്പെട്ടു. വൃത്തങ്ങളെക്കുറിച്ചുള്ള സങ്കീർണമായ ഗണിതക്രിയകളിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്താണ് അത് സംഭവിച്ചത്. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഈ ജലം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു വസ്തുവിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചത് എന്നുള്ള കാര്യമാണ് കൊടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇനി അടുത്തത് പ്ലവനം അഥവാ ഫ്ലോട്ടേഷൻ നോക്കുക. പ്ലവന തത്വം, പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ. എന്താണ് പ്ലവന തത്വം എന്ന് പറയുന്നത്? ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും. ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ വ്യാപ്തം വസ്തുവിൻ്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും. എന്താണ് പ്ലവനതത്വം പറയുന്നത്? ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുന്ന സമയത്ത് ആ വസ്തുവിൻ്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും. എന്നാൽ ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ എന്താണ്? ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ വ്യാപ്തം വസ്തുവിൻ്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും എന്നുള്ളതാണ് പ്ലവന തത്വം എന്ന് പറയുന്നത്. ഇനി ഇവിടെ പ്ലവന തത്വം, ഇവിടെ കുറച്ച് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം നമ്മൾ കണ്ടുപിടിക്കണം. നോക്കുക. കല്ലിന് ജലത്തിനുള്ളിൽ ഭാരക്കുറവ് അനുഭവപ്പെടുന്നു. കല്ലിന് ജലത്തിനുള്ളിൽ ഭാരക്കുറവ് അനുഭവപ്പെടുന്നു. എന്തുകൊണ്ടാണ്? ജലം വസ്തുവിൽ പ്രയോഗിക്കുന്ന പ്ലവക്ഷമ ബലമാണ്, അല്ലേ? ജലം വസ്തുവിൽ പ്രയോഗിക്കുന്ന പ്ലവക്ഷമ ബലമാണ്. ഇനി മുട്ട ശുദ്ധജലത്തിൽ താഴ്ന്നു പോകുമെങ്കിലും ഉപ്പുവെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് എന്തുകൊണ്ടാണ്? മുട്ട ശുദ്ധജലത്തിൽ താഴ്ന്നു പോകുമെങ്കിലും ഉപ്പുവെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് എന്തുകൊണ്ടാണ്? അതായത് ശുദ്ധജലത്തിന് സാന്ദ്രത കുറവാണ്, അല്ലേ? ശുദ്ധജലത്തിന് സാന്ദ്രത ഉപ്പുവെള്ളത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ശുദ്ധജലത്തിൻ്റെ സാന്ദ്രത നമ്മൾ അവിടെ 1000 എന്ന് പഠിച്ചല്ലേ? ഉപ്പുവെള്ളത്തിൻ്റെ 1025 എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഉപ്പുവെള്ളത്തെ അപേക്ഷിച്ച് ശുദ്ധജലത്തിന് സാന്ദ്രത കുറവായതിനാൽ പ്ലവക്ഷമ ബലം എന്തായിരിക്കും? കുറവായിരിക്കും. ഉപ്പുവെള്ളത്തിന് സാന്ദ്രത കൂടുതലായതുകൊണ്ട് തന്നെ എന്താണ് അവിടെ പ്ലവക്ഷമ ബലം കൂടുതലായിരിക്കും. അപ്പോൾ അതിനാൽ മുട്ട എന്ത് ചെയ്യുന്നു? ശുദ്ധജലത്തിൽ താഴ്ന്നു കിടക്കുകയും ഉപ്പുവെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. അപ്പോൾ സാന്ദ്രതയുടെ കാര്യമാണ് അവിടെ ഓർക്കേണ്ടത്. അടുത്തത് മണ്ണെണ്ണ ജലത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നു. അതും എന്താണ്? മണ്ണെണ്ണയ്ക്കും ജലത്തേക്കാൾ സാന്ദ്രത കുറവായതുകൊണ്ടാണ്, അല്ലേ? മണ്ണെണ്ണയ്ക്ക് ജലത്തേക്കാൾ സാന്ദ്രത കുറവായതുകൊണ്ടാണ്. അടുത്തത് കപ്പൽ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നതിന് കാരണം എന്താണ്? കപ്പൽ ആദേശം ചെയ്യുന്ന ജലത്തിൻ്റെ ഭാരവും കപ്പലിൻ്റെ ഭാരവും തുല്യമായതുകൊണ്ടാണ് കപ്പൽ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. കപ്പൽ ആദേശം ചെയ്യുന്ന ജലത്തിൻ്റെ ഭാരവും കപ്പലിൻ്റെ ഭാരവും എങ്ങനെയാണ്? തുല്യമായതുകൊണ്ട്. അടുത്തത് ഒരു വസ്തു ഒരു ദ്രാവകത്തിൽ താഴ്ത്തി വെച്ചപ്പോൾ അത് അതേ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു. അതെന്തുകൊണ്ടായിരിക്കും? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വസ്തുവിൻ്റെ സാന്ദ്രതയും ദ്രവത്തിൻ്റെ സാന്ദ്രതയും തുല്യമാകുമ്പോഴാണ് അത് ആ വസ്തു അതേ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നത്. ഓക്കെ, വസ്തുവിൻ്റെ സാന്ദ്രതയും ദ്രവത്തിൻ്റെ സാന്ദ്രതയും തുല്യമാകുമ്പോഴാണ് ഒരു വസ്തു ദ്രാവകത്തിൽ താഴ്ത്തി വെച്ചാൽ അത് അതേ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നത്. ഓക്കെ, അടുത്തത് ആപേക്ഷിക സാന്ദ്രത അഥവാ റിലേറ്റീവ് ഡെൻസിറ്റി ആണ്. ഇവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. ജലത്തേക്കാൾ സാന്ദ്രത കൂടിയ ദ്രാവകങ്ങളും കുറഞ്ഞ ദ്രാവകങ്ങളും. അപ്പോൾ ഇവിടെ നമ്മൾ ജലത്തിൻ്റെ സാന്ദ്രത 1000 ആണ്, അല്ലെ? 1000 kg/m³ ആണ്. ഈ പദാർത്ഥങ്ങളുടെ സാന്ദ്രത ജലത്തിൻ്റെ സാന്ദ്രതയുമായി താരതമ്യം ചെയ്ത് പറയാറുണ്ട്. ഇതിനെയാണ് നമ്മൾ ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുക. അതായത് ഇപ്പോൾ ജലസാന്ദ്രതയുടെ എത്ര മടങ്ങാണ് ഒരു പദാർത്ഥത്തിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നതിനെയാണ് ആ പദാർത്ഥത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കാം. മണ്ണെണ്ണയുടെ സാന്ദ്രതയും ജലത്തിൻ്റെ സാന്ദ്രതയും തമ്മിലുള്ള അനുപാതം കണ്ടെത്തി കഴിഞ്ഞാൽ ഈ അനുപാത സംഖ്യയായിരിക്കും എന്ത്? മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ജലത്തിൻ്റെ സാന്ദ്രത 1000 kg/m³ ആണ്. മണ്ണെണ്ണയുടേത് 810 kg/m³ ആണ്. അങ്ങനെയാണെങ്കിൽ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത കാണാൻ എന്ത് ചെയ്താൽ മതി? മണ്ണെണ്ണയുടെ സാന്ദ്രത ഡിവൈഡഡ് ബൈ ജലത്തിൻ്റെ സാന്ദ്രത ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0.81 എന്ന് കിട്ടും. ഇതാണ് മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത്. അപ്പോൾ ആപേക്ഷിക സാന്ദ്രത കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ആപേക്ഷിക സാന്ദ്രത എന്ന് വെച്ചാൽ എന്താണ്? വസ്തുവിൻ്റെ സാന്ദ്രതയെയും ജലത്തിൻ്റെ സാന്ദ്രതയെയും ബന്ധിപ്പിക്കുന്ന അനുപാത സംഖ്യയാണ് ആപേക്ഷിക സാന്ദ്രത. ആപേക്ഷിക സാന്ദ്രത ആണ്
ഏതാണോ വസ്തു അതിൻ്റെ സാന്ദ്രത ഡിവൈഡഡ് ബൈ ജലത്തിൻ്റെ സാന്ദ്രത. ജലത്തിൻ്റെ സാന്ദ്രതയുമായി കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത് അല്ലേ. അപ്പോൾ വസ്തുവിൻ്റെ സാന്ദ്രത ഡിവൈഡഡ് ബൈ ജലത്തിൻ്റെ സാന്ദ്രതയാണ് ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത്. ഒരു അനുപാത സംഖ്യ ആയതുകൊണ്ട് തന്നെ ആപേക്ഷിക സാന്ദ്രതയ്ക്ക് എന്തില്ല, യൂണിറ്റ് ഇല്ല. ഇനി ഒരു ദ്രാവകത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. ഓക്കെ, ദ്രാവകത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത്. അടുത്തത് ഒരു ലാക്ടോമീറ്റർ. ലാക്ടോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ലാക്ടോമീറ്റർ. ഈ ലാക്ടോമീറ്ററും ഹൈഡ്രോമീറ്ററും എന്താണ്, പ്ലവന തത്വത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് എന്നുള്ളത് ഓർക്കുക കേട്ടോ. പ്ലവന തത്വത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന 2 ഉപകരണങ്ങളാണ് ഹൈഡ്രോമീറ്റർ അതുപോലെ തന്നെ ലാക്ടോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലാക്ടോമീറ്റർ എന്താണ് എന്നുള്ളതും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കാം. അതായത് എന്താണ് ലാക്ടോമീറ്റർ എന്ന് പറയുമ്പോൾ പാലിലെ ജലത്തിൻ്റെ തോത് അളക്കുന്നതിനെയാണ് ലാക്ടോമീറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ, പാലിലെ ജലത്തിൻ്റെ തോത് അളക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് ലാക്ടോമീറ്റർ എന്ന് പറയുന്നത്. ഇത് അടിസ്ഥാനപരമായി ഒരു ഹൈഡ്രോമീറ്റർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് എന്താണ്, ലാക്ടോമീറ്ററും ഹൈഡ്രോമീറ്ററും പ്ലവന തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. അടുത്തത് പാസ്കൽ നിയമം. നമ്മൾ പറഞ്ഞു വരുന്ന ചാപ്റ്ററിൽ പാസ്കൽ നിയമത്തെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും എന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ പാസ്കൽസ് ലോ എന്താണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പാസ്കൽ നിയമം പഠിക്കാനായിട്ട് നമുക്ക് കുറേയധികം എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. അതായത് നോക്കുക, ഇവിടെ മണ്ണ് നീക്കുക എന്നത് പണ്ട് ശ്രമകരമായ ഒരു ജോലിയായിരുന്നു. എന്നാൽ മണ്ണുമാന്തി യന്ത്രം അല്ലെങ്കിൽ എക്സ്കവേറ്റർ എന്ന് പറയുന്നത് വന്നതോട് കൂടിയിട്ട് ഈ ജോലി വളരെ എളുപ്പമായിട്ട് മാറി. അതുപോലെ ഒരു ഒഴിഞ്ഞ പ്ലാസ്റ്റിക് ടൂത്ത് പേസ്റ്റ് ട്യൂബിൽ നിറയെ ജലമെടുത്ത് ഭദ്രമായി അടയ്ക്കുക. ട്യൂബിൽ അവിടെ എവിടെയായിട്ട് മുട്ടുസൂചി കൊണ്ട് 2-3 ദ്വാരം ഇടുക. ട്യൂബിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് വിരൽ കൊണ്ട് അമർത്തുക. എന്ത് സംഭവിക്കും, ആ എല്ലാ ദ്വാരത്തിലൂടെയും ജലം പുറത്തോട്ട് സ്പ്രെഡ് ചെയ്യും അല്ലെ. എല്ലാ ദ്വാരങ്ങളിൽ നിന്നും ജലധാര ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ പല്ല് തേക്കാനായിട്ട് ടൂത്ത് പേസ്റ്റ് എടുക്കുമ്പോൾ നിറഞ്ഞ ട്യൂബിൻ്റെ ഏത് ഭാഗത്ത് പ്രയോഗിച്ചാലും എന്ത് സംഭവിക്കും, ട്യൂബിൽ നിന്നും പേസ്റ്റ് പുറത്തു വരും അല്ലേ. അപ്പോൾ ഇതെല്ലാം എന്താണ്, പാസ്കൽ നിയമവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ എന്താണ് പാസ്കൽ നിയമം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഒരു സംവൃത വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഭാഗത്ത് പ്രസ് ചെയ്താലും എല്ലാ ഭാഗങ്ങളിൽ നിന്നും ദ്രാവകം പുറത്തോട്ട് വരുന്നത് അല്ലേ. അപ്പോൾ ഒരു സംവൃത വ്യൂഹത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടുന്നതിനെയാണ് പാസ്കൽ നിയമം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു സിറിഞ്ചിൽ ജലം നിറച്ച് അഗ്രഭാഗം അടച്ചു പിടിച്ച് പിസ്റ്റൺ അമർത്തി നോക്കൂ, ജലത്തിൻ്റെ വ്യാപ്തം മാറുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ മർദ്ദം പ്രയോഗിച്ച ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല എന്നതാണ് പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനം. മർദ്ദം പ്രയോഗിച്ചിട്ട് ദ്രാവകങ്ങളുടെ വ്യാപ്തം എന്ത് ചെയ്യാൻ പറ്റില്ല, കുറയ്ക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഇനി ഈ പാസ്കൽ നിയമം പ്രയോജനപ്പെടുത്തിയിട്ടുള്ള നിത്യജീവിതത്തിലുള്ള സന്ദർഭങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടതാണ്. വാഹനങ്ങളുടെ ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഓക്കെ, ഹൈഡ്രോളിക് ലിഫ്റ്റ് അതുപോലെ തന്നെ എക്സ്കവേറ്റർ. നമ്മൾ പറഞ്ഞില്ലേ എന്താണ്, മണ്ണുമാന്തി യന്ത്രം അല്ലേ. മണ്ണുമാന്തി യന്ത്രം എന്ന് പറയുന്നത് എക്സ്കവേറ്റർ എന്ന് പറയുന്നത്, ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ജാക്ക്, വാഹനങ്ങളുടെ ഹൈഡ്രോളിക് ബ്രേക്ക്, ഇതെല്ലാം എന്താണ്, പാസ്കൽ നിയമം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ പഠിച്ച ബ്ലെയ്സ് പാസ്കലിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിക്കാം. 1623 ജൂൺ 19 ഫ്രാൻസിൽ ജനിച്ചു. ഗണിതം, ഭൗതികശാസ്ത്രം, തത്വചിന്ത, ദൈവശാസ്ത്രം എന്നീ മേഖലകളിൽ കഴിവ് തെളിയിച്ചു. 16-ാമത്തെ വയസ്സിൽ ഗണിതശാസ്ത്രത്തിലെ 2 ഗവേഷണ മേഖലകളായിട്ടുള്ള പ്രൊജക്റ്റീവ് ജിയോമെട്രി, പ്രോബബിലിറ്റി തിയറി എന്നിവയുടെ തുടക്കം കുറിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചു. 1642 19-ാം വയസ്സിൽ കണക്കുകൂട്ടൽ നിയന്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്യാനും അതുപോലെ തന്നെ നിർമ്മിക്കുവാനും തുടങ്ങി. ഓക്കെ, കണക്കുകൂട്ടൽ യന്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കുവാനും തുടങ്ങി. ഏകദേശം 50 മാതൃകകളും 20 യന്ത്രങ്ങളും ഉണ്ടാക്കി. അദ്ദേഹം നിർമ്മിച്ച ഒരു കണക്കുകൂട്ടൽ യന്ത്രമാണ് പാസ്കൽസ് കാൽക്കുലേറ്റർ എന്നറിയപ്പെടുന്നത്. ദ്രാവകങ്ങളുമായി ബന്ധപ്പെട്ട മേഖലകളായിട്ടുള്ള ഹൈഡ്രോ ഡൈനാമിക്സ്, ഹൈഡ്രോസ്റ്റാറ്റിക്സ് എന്നിവയിൽ പഠനം നടത്തി. അപ്പോൾ ബ്ലെയ്സ് പാസ്കലിനെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്തത് കേശികത്വം അഥവാ ക്യാപ്പിലാരിറ്റി ആണ്. ഇവിടെ 2 ബോയിലിംഗ് ട്യൂബുകളിലായിട്ട് എടുത്ത ജലത്തിലേക്കും മെർക്കുറിയിലേക്കും ഓരോ കേശിക കുഴൽ താഴ്ത്തി വെച്ചിട്ടുണ്ട്.
ഒന്നിൽ ജലം, ഒന്നിൽ മെർക്കുറി, ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ട്യൂബിനകത്തെ ജലനിരപ്പിന് എന്താണ് സംഭവിക്കുന്നത്? ഓക്കെ, ട്യൂബിനകത്ത് ജലനിരപ്പ് എന്താണ് ചെയ്യുന്നത്? ജലനിരപ്പ് മെർക്കുറിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഉയർന്നിട്ടാണ് നിൽക്കുന്നത് അല്ലേ? അപ്പോൾ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിനെതിരെ അഥവാ ജലത്തിൻ്റെ ഭാരത്തിനെതിരായിട്ട് ജലം ട്യൂബിലൂടെ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നതിനാണ് കേശിക ഉയർച്ച എന്ന് പറയുന്നത്, കാപ്പിലറി റൈസ് എന്ന് പറയുന്നത്. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന് എതിരെ അഥവാ ജലത്തിൻ്റെ ഭാരത്തിനെതിരായിട്ട് ജലം ട്യൂബിലൂടെ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നതിനെയാണ് കേശിക ഉയർച്ച അഥവാ കാപ്പിലറി റൈസ് എന്ന് പറയുന്നത്. മെർക്കുറിക്കും കേശിക ഉയർച്ച തന്നെയാണോ സംഭവിച്ചത്? മെർക്കുറിക്ക് ഇവിടെ കേശിക ഉയർച്ച സംഭവിച്ചിട്ടുണ്ടോ? അല്ല, അല്ലേ? കുഴലിൽ ദ്രാവകം താഴുന്നതിനെ കേശിക താഴ്ച എന്നാണ് പറയുന്നത്. മെർക്കുറി താഴ്ന്നാണ് ഇരിക്കുന്നത്, അപ്പോൾ അതിനെ എന്താണ്? കേശിക താഴ്ച എന്നാണ് പറയുന്നത്. ജലത്തിന് ഉയർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്, അപ്പോൾ അത് കേശിക ഉയർച്ച എന്നും, മെർക്കുറി താഴ്ന്നാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് അതിനെ കേശിക താഴ്ച എന്നുമാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? ഒരു കുഴലിൽ ദ്രാവകം താഴുന്നതിനെയാണ് കേശിക താഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ കേശികത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നേരിയ കുഴലിലൂടെയോ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായി ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസത്തെയാണ് കേശികത്വം എന്ന് പറയുന്നത്. ഒരു നേരിയ കുഴലിലൂടെയോ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായി ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസത്തെയാണ് കേശികത്വം എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് കൊഹിഷൻ ബലവും അഡ്ഹിഷൻ ബലവുമാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്നതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഇവിടെ നോക്കുക, എന്തുകൊണ്ടാണ് ചില പ്രാണികൾക്ക് ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കാനായിട്ട് കഴിയുന്നത്? ദ്രാവകോപരിതലത്തിൽ പേപ്പർ ക്ലിപ്പ് പൊങ്ങി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അതുപോലെ ദ്രാവക പ്രതലം ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കുന്നുണ്ടോ? അപ്പോൾ ഇതെല്ലാം എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പ്രാണികൾക്ക് ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നത്, ദ്രാവകോപരിതലത്തിൽ പേപ്പർ ക്ലിപ്പ് പൊങ്ങി നിൽക്കുന്നത്, ഇതെല്ലാം എന്തുകൊണ്ടാണ്? അതായത് ഈ രണ്ട് തുള്ളികളിലെയും തന്മാത്രകൾ ഒരു പദാർത്ഥത്തിൻ്റെതല്ലേ? ഇങ്ങനെ ഒരേ ഇനം തന്മാത്രകളുടെ ആകർഷണം മൂലമല്ലേ തുള്ളികൾ ഒന്നായിട്ട് മാറിയത്? അപ്പോൾ ഇത് കൊഹിഷൻ ബലമാണ്. ഓക്കെ, ഇത് എക്സാമ്പിൾ എന്ന് പറയുന്നത് കൊഹിഷൻ ബലത്തിന് എക്സാമ്പിളാണ്. ഇത്തരത്തിൽ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ ബലം അഥവാ കൊഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൊഹിഷൻ ബലം എന്താണ്? ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ ബലം. ഇനി അടുത്തത് അഡ്ഹിഷൻ ബലം. അഡ്ഹിഷൻ ബലം എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹിഷൻ ബലം. ഓക്കെ, വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹിഷൻ ബലം അല്ലെങ്കിൽ അഡ്ഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അഡ്ഹിഷൻ ബലത്തിന് എക്സാമ്പിൾ എപ്പോഴും ചോദിക്കാറുണ്ട്. എന്തൊക്കെയാണ്? ഈർക്കിൽ, പെൻസിൽ എന്നിവ ജലത്തിൽ മുക്കി ഉയർത്തിയാൽ ജലം അവയിൽ പറ്റിപ്പിടിച്ചതായിട്ട് കാണുന്നത് അഡ്ഹസീവ് ബലമാണ് അല്ലെങ്കിൽ അഡ്ഹിഷൻ ബലമാണ്. ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് കണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിക്കുന്നത് അഡ്ഹിഷൻ ബലമാണ്. കറൻസി നോട്ടുകൾ എണ്ണുമ്പോൾ കൈവിരലുകൾ ഇടയ്ക്കിടെ നനയ്ക്കാറുള്ളത് അതും അഡ്ഹിഷൻ ബലമാണ്. ഓക്കെ, അപ്പോൾ ഈ 3 എക്സാമ്പിൾ നിങ്ങൾ നല്ലപോലെ തന്നെ പഠിച്ചു വെച്ചേക്കാം. ഇനി നമ്മൾ നേരത്തെ കേശിക ഉയർച്ചയും കേശിക താഴ്ചയും പഠിച്ചല്ലേ? അഡ്ഹിഷൻ ബലം കൊഹിഷൻ ബലത്തേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കേശിക ഉയർച്ച ഉണ്ടാവും. നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു കുഴലിലൂടെ ദ്രാവകം മുകളിലേക്ക് ഉയരുന്നതാണ് എന്ത്? കേശിക ഉയർച്ച അല്ലേ? അപ്പോൾ അഡ്ഹിഷൻ ബലം കൊഹിഷൻ ബലത്തേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ കേശിക ഉയർച്ച ഉണ്ടാവും. അഡ്ഹിഷൻ ബലത്തേക്കാൾ കൂടുതലാണ് കൊഹിഷൻ ബലമെങ്കിൽ കേശിക താഴ്ചയാണ് അനുഭവപ്പെടുക. ആ കാര്യം കൂടെ ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത് വിസ്കോസിറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണബലമാണ് വിസ്കസ് ബലം. എന്താണ് വിസ്കസ് ബലം? ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണബലത്തെയാണ് വിസ്കസ് ബലം എന്ന് പറയുന്നത്. ദ്രാവക പടലങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക ചലനം കുറയ്ക്കത്തക്ക വിധത്തിൽ അവയ്ക്കിടയിൽ ബലം ഉളവാക്കാൻ ദ്രാവകത്തിനുള്ള സവിശേഷ സ്വഭാവമാണ് അതിൻ്റെ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഇവിടെ വിസ്കോസിറ്റി കൂടിയവയും വിസ്കോസിറ്റി കുറഞ്ഞവ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വിസ്കോസിറ്റി കൂടിയത് തേന് പിന്നെ എന്താണ്? ഗ്ലിസറിൻ. ഓക്കെ, വിസ്കോസിറ്റി കൂടിയതിന് എക്സാമ്പിളാണ് തേന്, ഗ്ലിസറിൻ. കുറഞ്ഞത് മണ്ണെണ്ണ തന്നിട്ടുണ്ട്, പെട്രോൾ. ഓക്കെ, മണ്ണെണ്ണ, പെട്രോൾ ഇതെല്ലാം വിസ്കോസിറ്റി കുറഞ്ഞവയാണ്. തേന്, ഗ്ലിസറിൻ ഇതെല്ലാം എന്താണ്? വിസ്കോസിറ്റി കൂടിയതാണ്.
അപ്പോൾ വിസ്കോസിറ്റി കൂടിയവയെ എന്തെന്ന് പറയുന്നു? വിസ്കസ് ദ്രാവകങ്ങൾ എന്നും വിസ്കോസിറ്റി വളരെ കുറഞ്ഞവയെ മൊബൈൽ ദ്രാവകങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ തേനും ഗ്ലിസറിനും ഒക്കെ എന്താണ്? വിസ്കസ് ദ്രാവകങ്ങളാണ്. മണ്ണെണ്ണയും പെട്രോളും ഒക്കെ എന്താണ്? മൊബൈൽ ദ്രാവകങ്ങളാണ്. വിസ്കോസിറ്റി കൂടിയാൽ വിസ്കസ് ദ്രാവകങ്ങൾ എന്നും വിസ്കോസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ദ്രാവകങ്ങൾ എന്നുമാണ് പഠിച്ചിട്ടുള്ളത്. ഇനി നോക്കുക, വൈദ്യുതാഘാതമേറ്റ ആളുടെ ശരീരം അമർത്തി തടവുകയും തിരുമ്മുകയും ചെയ്യണം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? വൈദ്യുതാഘാതമേറ്റ ആളുടെ ശരീരം അമർത്തി തടവുകയും തിരുമ്മുകയും ചെയ്യണം എന്ന് പറയുന്നതിനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് വൈദ്യുതാഘാതമേൽക്കുന്ന ഒരാളുടെ ശരീര താപനില പെട്ടെന്ന് കുറയും അല്ലേ? അപ്പോൾ രക്തത്തിൻ്റെ വിസ്കോസിറ്റി കൂടുന്നതിനാൽ രക്തക്കുഴലുകളിലൂടെ രക്തത്തിന് എളുപ്പത്തിൽ ഒഴുകാൻ സാധിക്കാതെ ഹൃദയാഘാതം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ശരീരത്തെ തിരുമ്മി ചൂട് പിടിപ്പിക്കുമ്പോൾ രക്തത്തിൻ്റെ വിസ്കോസിറ്റി സാധാരണ നിലയിലാവുകയും അയാൾ അപകടനില തരണം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി കുറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ വൈദ്യുതാഘാതം ഏൽക്കുന്ന ആളുടെ ശരീര താപനില പെട്ടെന്ന് കുറയുന്നു. അപ്പോൾ താപനില കൂട്ടുക എന്നുള്ളതാണ് ഏക ഇത് അല്ലേ? ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? വിസ്കോസിറ്റി കുറയും. അപ്പോൾ വിസ്കോസിറ്റി കൂടും. വിസ്കോസിറ്റി കൂടിക്കഴിഞ്ഞാൽ രക്തം ഒഴുകുന്നില്ല. അപ്പോൾ താപനില നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിരുമ്മി ശരീരം ചൂട് പിടിപ്പിക്കുന്നത്. അപ്പോഴാണ് എന്ത് സംഭവിക്കുക? ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി കുറഞ്ഞ് സാധാരണ രീതിയിൽ രക്തം ഫ്ലോ ചെയ്യാനായിട്ട് തുടങ്ങത്തുള്ളൂ. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ പഠിച്ചു വെക്കുക കേട്ടോ വിസ്കോസിറ്റിയുടെ. അടുത്തത് വിലയിരുത്താം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു കല്ലിൻ്റെ വായുവിലെ ഭാരം 120 ന്യൂട്ടണും ജലത്തിലെ ഭാരം 100 ന്യൂട്ടണും ആണെങ്കിൽ ജലം കല്ലിൽ പ്രയോഗിച്ച പ്ലവക്ഷമ ബലം കണക്കുകൂട്ടുക. നമ്മൾ പറഞ്ഞു പ്ലവക്ഷമ ബലം കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? കല്ലിൻ്റെ വായുവിലുള്ള ഭാരത്തെ എന്ത് ചെയ്താൽ മതി? ജലത്തിലെ ഭാരത്തിൽ നിന്നും മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 120 ന്യൂട്ടൺ മൈനസ് 100 ന്യൂട്ടൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 20 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇതാണ് എന്ത്? പ്ലവക്ഷമ ബലം. ജലം കല്ലിൽ പ്രയോഗിച്ച പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. കല്ലിൻ്റെ വായുവിലെ ഭാരത്തെ ജലത്തിലെ ഭാരത്തിൽ നിന്ന് മൈനസ് ചെയ്യുക. അടുത്ത ചോദ്യം, ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു വസ്തുവിനെ മണ്ണെണ്ണയിൽ ഇട്ടപ്പോൾ താഴ്ന്നു പോയെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കും? ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന വസ്തുവിനെ മണ്ണെണ്ണയിൽ ഇട്ടപ്പോൾ എന്ത് ചെയ്തു? അത് താഴ്ന്നു പോയി. അപ്പോൾ മണ്ണെണ്ണയ്ക്ക് നമ്മൾ പറഞ്ഞു ജലത്തേക്കാൾ സാന്ദ്രത എന്താണ്? കുറവാണ്. അതുകൊണ്ട് തന്നെ ജലം വസ്തുവിൽ പ്രയോഗിച്ച അത്രയും പ്ലവക്ഷമ ബലം മണ്ണെണ്ണയ്ക്ക് വസ്തുവിൽ പ്രയോഗിക്കാനായിട്ട് കഴിയില്ല. മണ്ണെണ്ണയ്ക്ക് സാന്ദ്രത കുറവായതുകൊണ്ടാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത്, ഒരു വസ്തു വ്യത്യസ്ത ദ്രാവകങ്ങളിൽ വെച്ചിരിക്കുന്നതിന് ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ചിത്രത്തിലുള്ള ദ്രാവകം എ, ബി എന്നിവയിൽ ഓരോന്നിനും വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന ഗുരുത്വാകർഷണ ബലവും പ്ലവക്ഷമ ബലവും താരതമ്യം ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എയിൽ വസ്തു മുകളിൽ പൊങ്ങിക്കിടക്കുന്നുണ്ട്, ബിയിലെ വസ്തു താഴ്ന്നു കിടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ദ്രാവകം എയുടെ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് എന്താണ്? വസ്തു പ്രയോഗിക്കപ്പെട്ട ഗുരുത്വാകർഷണ ബലത്തേക്കാൾ കൂടുതലാണ്. അതുകൊണ്ടാണ് മുകളിൽ പൊങ്ങിക്കിടക്കുന്നത്. ദ്രാവകം ബിയുടെ പ്ലവക്ഷമ ബലമോ വസ്തുവിന് അനുഭവപ്പെട്ട ഗുരുത്വാകർഷണ ബലത്തേക്കാൾ കുറവായിരിക്കും അല്ലേ? പ്ലവക്ഷമ ബലം കൂടുതലാവുമ്പോഴാണ് ഇത് പൊങ്ങിക്കിടക്കുന്നത്, പ്ലവക്ഷമ ബലം കുറയുമ്പോഴാണ് അത് താഴ്ന്നു കിടക്കുന്നത്. ഇനി എ, ബി എന്നിവയിൽ വസ്തുവിനേക്കാൾ സാന്ദ്രത കൂടിയ ദ്രാവകം ഏതാണ്? വസ്തുവിനേക്കാൾ സാന്ദ്രത കൂടിയത് ഏതാണ്? ദ്രാവകം എ ആണ് അല്ലേ? വസ്തു ദ്രാവകത്തിൽ പൊങ്ങിക്കിടക്കുന്നത് കൊണ്ട് ഈ ദ്രാവകത്തിൻ്റെ സാന്ദ്രത കൂടുതലുള്ളതിലാണ് പൊങ്ങിക്കിടക്കുക. അപ്പോൾ എയുടെ സാന്ദ്രതയാണ് എന്ത് ചെയ്യുന്നത്? കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകളുടെ കാരണം എഴുതുക. കാരണം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തേത് എന്താണ്? ചോക്ക് കൊണ്ട് മഷി ഒപ്പിയെടുക്കാൻ സാധിക്കും. ചോക്ക് കൊണ്ട് മഷി ഒപ്പിയെടുക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം കേശികത്വം മൂലം മഷി എന്ത് ചെയ്യും? ചോക്കിലെ സൂക്ഷ്മ കേശിക കുഴലുകളിലൂടെ മുകളിലോട്ട് ഉയരും അല്ലേ? കേശികത്വമാണ് ഇവിടുത്തെ കാരണം. അടുത്തത്, ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് വിയർപ്പ് ഒപ്പിയെടുക്കാൻ സാധിക്കും. അതും എന്തുകൊണ്ടാണ്? കേശികത്വം മൂലമാണ്. ടിഷ്യൂ പേപ്പറിലെ നേരിയ കേശിക കുഴലുകളിലൂടെ വിയർപ്പ് ഉള്ളിലോട്ട് വലിച്ചെടുക്കുന്നു. അപ്പോൾ നമ്മൾ ടിഷ്യൂ ഉപയോഗിച്ച് വിയർപ്പ് തുടയ്ക്കുന്നതും ചോക്കിലൂടെ മഷി മുകളിലോട്ട് ചോക്ക് അല്ലെങ്കിൽ മഷി ഒപ്പിയെടുക്കാൻ സഹായിക്കുന്നതും ഒക്കെ എന്താണ്? കേശികത്വമാണ് കാരണം എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തത്, ശരിയായ ചിത്രം ഏതാണ്? ശരിയായ ചിത്രം ഏത് എന്നുള്ളതാണ്. ചിത്രം എ, ബി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഏതാണ്? എ ആണ് ശരിയായിട്ടുള്ള ചിത്രം. ഓക്കെ, എ ആണ് ശരിയായിട്ടുള്ള ചിത്രം. എന്തുകൊണ്ടാണ്? ദ്രാവക ഉപരിതലം മധ്യഭാഗം ഉയർന്നു നിൽക്കുന്നത് അഡീഷൻ ബലത്തേക്കാൾ കൊഹിഷൻ ബലം കൂടുതലുള്ള ദ്രാവകങ്ങളിലാണ് അല്ലേ? അപ്പോൾ ഇത്തരം ദ്രാവകങ്ങൾക്ക് കേശിക കുഴലിൽ കേശിക താഴ്ചയാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ എന്താണ്?
ചിത്രം എ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ദ്രാവക ഉപരിതലം മധ്യഭാഗം ഉയർന്നു നിൽക്കുന്നത് അഡിഷൻ ബലത്തേക്കാൾ എന്ത് ചെയ്യുമ്പോഴാണ്? കൊഹിഷൻ ബലം കൂടുതലുള്ള ദ്രാവകങ്ങളിലാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ദ്രാവകങ്ങൾക്ക് കേശിക കുഴലിൽ എന്താണ് സംഭവിക്കേണ്ടത്? കേശിക താഴ്ചയാണ് സംഭവിക്കേണ്ടത് ആണല്ലോ. ഇവിടെ ദ്രാവക ഉപരിതലത്തിനേക്കാളും താഴേക്ക് കേശിക താഴ്ചയാണ് സംഭവിക്കുന്നത്. സോ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബലം എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ടോപ്പിക്സ് കൂടിയാണ് എടുക്കാനുള്ളൂ. ചലനം, അതുപോലെ തന്നെ ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ, അങ്ങനെ കുറച്ച് ടോപ്പിക്സ് എടുക്കാനുണ്ട്. ബാക്കിയുള്ളത് അതുപോലെ തന്നെ കുറച്ച് ടോപ്പിക്സും കൂടിയുണ്ട്. അത് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഉടനെ തന്നെ നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്